ഇതാണ് നീലിയമ്മൻ കോവിൽ. സോ ഞാനിപ്പോൾ ഇതുവഴി വരാൻ കാരണം ഇതിൻ്റെ ഇവിടെ ഒരു കുത്തനെ ഇറക്കമുണ്ട്, ഒരു സിമെൻ്റ് ഇട്ട, അതൊന്ന് കാണിച്ചു തരാനും കൂടിയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ LNCPക്ക് അടുത്തായിട്ടുള്ള നീലിയമ്മൻ കോവിലാണിത്. ഓക്കെ, ഓക്കെ. നമ്മളങ്ങനെ ഇവിടെ ഇതിന് ഈ വളവ് കഴിഞ്ഞ് അപ്പുറത്തൊരു വളവുണ്ട്. ആ വളവ് കഴിയുമ്പോൾ നല്ലൊരു കുത്തനെ ഒരു ഇറക്കമാണ്. ഞാൻ ഇവിടെ ഒരു വീടാണ്. അവിടെ ഇപ്പോഴേ ചെറുതായിട്ട് ഡിസെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല കാട് ഏരിയയാണ് കേട്ടോ. നമുക്കിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നത്. നമുക്ക് സെക്കൻഡ് ഗിയറിലിട്ട് ബ്രേക്ക് ഓടിച്ച് ഇറങ്ങിയാൽ പറയുന്നത് അത്ര കുത്തനെ ഒരു ഇറക്കമാണ്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ, ഗ്രൗണ്ട് അല്ലാതെ. സോ നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് ഇപ്പോൾ ഇറങ്ങണത്. ഞാൻ വിചാരിച്ചതിൻ്റെ അത്ര കുത്തനെ ഇറക്കമില്ല കേട്ടോ, പക്ഷെ കയറുമ്പോൾ ഭയങ്കര പാടാണ്. പണ്ട് ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഇതുവഴി വന്നിട്ടുണ്ട്, അന്നേരം പേടിച്ച് മുക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല ഇറക്കമുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് തേരി ഡാം. ഇത് ഗോപ്രോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ ആ ഒരു കയറ്റം, അയ്യോ, ഇതാണ് കയറ്റം. ഇത് ഗോപ്രോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല കുത്തണ കയറ്റമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഇവിടെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കെട്ടിയാണ്, അവിടെ ഒരു ഓട കെട്ടിയിട്ടുണ്ട്. ഇതിനിപ്പുറത്തോട്ടൊരു നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നു അന്ന്, അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നാളായിട്ട് അങ്ങനെ കളിക്കുകയായിരുന്നു. നല്ലൊരു സെറ്റ് ഗ്രൗണ്ട് കേട്ടോ. ഇവിടെ ഫുട്ബോൾ കളിക്കുമെന്ന്. അപ്പോൾ ഇതിൻ്റെ വണ്ടിയിലൊരു JCB ഞാൻ പേടിച്ചു. ഹലോ, നമസ്കാരം. ഇവിടെയൊക്കെ നല്ല സെറ്റ് വീട് കേട്ടോ, സ്ഥലവും കൂട്ടാം. ഇതുവഴി നേരെ പോകുമ്പം സ്ഥലത്തിൻ്റെ പേര് മറന്നതല്ല, ഇവിടെയായിരുന്നു വെള്ളക്കെട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ വെള്ളക്കെട്ടാണ്. ഇതൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചേക്കുന്നത് അതുകൊണ്ടായിരിക്കും. ഇവിടെ മൊത്തം ഇങ്ങനെ വെള്ളക്കെട്ടി ഇങ്ങനെ നിൽക്കും. പണ്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇതുവഴി വല്ല കുഴി വല്ലതും ഉണ്ടാകുന്നു. പിന്നെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു പോയല്ലോ. ആണ്ടൂർക്കോണമല്ല, എന്തോ ഒരെണ്ണം മറന്നു പോയി. ഇതൊക്കെ നല്ല നല്ല ഗ്രൗണ്ടുകളുണ്ട്. ഇതുവഴിയാണ് ഞാൻ മിക്ക ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചാൽ അതോ എഴുതി വെച്ചിട്ടുണ്ട് പുന്നാട്ട് ക്ഷേത്രം. അവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോകില്ല. അതാണ് ഞാൻ അന്നൊരിക്കൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ചെളിക്കൊണ്ടിൽ ചെന്ന് ചാടിയത്. അതിൻ്റെ മുകളിലൊന്ന് കയറിയിട്ട് നമുക്ക് വന്നാലോ. ഇപ്പോൾ ഈ ഉച്ച സമയത്ത് നല്ല വ്യൂ ഉണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും ഒന്ന് പോയി നോക്കാം. വേറെ വണ്ടിയുള്ളൂ. ചെക്ക് ചെയ്തിട്ട് പോവാം. ഇവിടെ നല്ല വ്യൂ ഇപ്പോൾ സമയം 3:50 വൈകുന്നേരമാണ്. സോ എത്ര തെളിച്ചം കാണുമെന്ന് അറിയത്തില്ല. എന്തായാലും ചെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും മഞ്ഞ് കാണണമെങ്കിൽ കുറച്ച് രാവിലെ വരേണ്ടി വരും. വെളുപ്പാങ്കാലം ഒരു 6-7 മണിയൊക്കെ ആകുമ്പം വന്നാൽ ഇവിടെ നിന്ന് മഞ്ഞ് കാണാം. കുറച്ച് കയറ്റമായതുകൊണ്ട്. ഇവിടെ ഒരു റൈറ്റ് അടിച്ച് പോയപ്പോഴാണ് ഞാൻ ഒരു കുഴി ചെന്ന് വീണത്. ഇവിടെ തന്നെ അതുകൊണ്ട് അവിടെ ഇപ്പോൾ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല, മണ്ണല്ല, ചല്ലി എടുത്തിട്ടായിരുന്നു. ആരെങ്കിലും ചെന്ന് പെട്ടാന്നുണ്ടോ? അതോ ഇതാ? അല്ല, എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് ചല്ലി. ഇവിടെ ഈ വീട് കെട്ടി കഴിഞ്ഞ ഇവിടെ നിന്ന് വഴിയുണ്ടോ? ഇങ്ങോട്ട് പോയിട്ടില്ല. അങ്ങോട്ടൊരു തവണ പോയിട്ടുണ്ട്.
ആ നിൽക്കുന്ന എന്തൊരു യൂണിവേഴ്സിറ്റിയാണ് എന്തോ വരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങണ്ട. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ എന്തായാലും കയറണ കാര്യം ഡൗട്ടാണ്. ഇത് കൊള്ളാലോ, നല്ല സ്ഥലം അവിടെ. പക്ഷേ നമുക്ക് ഞാൻ ചെന്ന് എന്തായാലും വെച്ചാൽ പക്ഷേ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത് ഇത്ര നല്ല സെറ്റ് സ്ഥലം ഇരിക്കുമെന്ന്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. വാ, സെറ്റ് സ്ഥലം കേട്ടോ. വണ്ടിയൊക്കെ തിരിക്കാനും നല്ല സ്ഥലമുണ്ട്. പൊളിച്ച് കൊള്ളാലോ. ഇവിടെ വഴിയുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അങ്ങോട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് വണ്ടി വയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി ഒന്ന് തിരിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ അയ്യോ അങ്ങോട്ടൊന്നും പോലെ. ആ കഴിഞ്ഞ പ്രാവശ്യം കണക്ക് എനിക്ക് ചെന്ന് കുഴി ചാടാൻ വയ്യ. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി ഒന്ന് പെട്രോള് ഫുൾ ഓൾമോസ്റ്റ് 3/4 ടാങ്ക് ഉണ്ട്. എന്നാലും ഇപ്പോഴും മാറിയിട്ടില്ല. നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ടൊന്ന് ഇറങ്ങി കുറച്ച് സീനൊക്കെ കണ്ടിട്ട് വരാം. പെട്രോൾ ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് അതാണ്ട് പെട്രോൾ ഓൾമോസ്റ്റ് 3/4 ടാങ്ക് ഉണ്ട്. കിടക്കട്ടെ, നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം സ്ഥലങ്ങൾ. സെറ്റ് സ്ഥലം കേട്ടോ. കൊള്ളാം. വണ്ടി ഇപ്പം കുറച്ച് ചെളിയായിട്ടൊക്കെ ഇരിക്കുകയാണ്, കഴുകണം. ചെയിൻ 500 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്തുകൊണ്ട് ലൂബ് ചെയ്യാൻ സമയമായി. വണ്ടി ഇപ്പം നല്ല ഇതോടെ അഴുക്കുണ്ടായി, നല്ല അഴുക്കുണ്ട്. ചെയിൻ ക്ലീൻ ചെയ്യാൻ സമയമായി, വണ്ടിയും കഴുകണം. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് പോയാൽ ഇവിടെ തോന്നും. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു സെറ്റ് സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്ത് നിന്ന് ആ കുഴി ചെന്നിറങ്ങി. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീട്ടുകാർക്ക് ഇവിടെ ഈ വീട്ടുകാർക്ക് പോകാനുള്ള വഴിയാണ്. അവിടെ സോളർ വെച്ചിട്ടുണ്ട്. അവിടെ സോളർ പാനൽസ്. ഇവിടെ ഒരു വീട്, ആ വീട്ടുകാർക്ക് നടന്നു പോകാനുള്ള വഴിയാണ്. കൊള്ളാം, അങ്ങോട്ടൊന്ന് പോയി നോക്കാമായിരുന്നു. പക്ഷെ അവിടെ സ്ഥലമില്ലെന്നാണ് തോന്നുന്നത്. ഈ വീട്ടുകാരുള്ളതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അതൊക്കെ ഇവിടെ മതിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്കവാറും ഇവർക്ക് പോകാനുള്ള വഴിയായിരിക്കില്ല. ഇവിടെ അടച്ചു വെച്ചേക്കണം. അപ്പോൾ ഇവർക്ക് പോകാനുള്ള വഴിയില്ല. നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നല്ല കാറ്റുണ്ട്. ഒരു സെറ്റ് സ്ഥലം കേട്ടോ. ഞാൻ വണ്ടി ലോക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആരും വരില്ലെന്ന് വിശ്വസിക്കാം. ഇവിടെ കുഴിയൊന്നും ഇല്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ സെറ്റ് സ്ഥലം കേട്ടോ ഇത്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. ഇതാണിങ്ങനെ അറിഞ്ഞിടാത്ത വഴികളിലൊക്കെ പോകുന്നതിൻ്റെ ഒരു ഇതുവഴി കൂടെ ആയ ആ വീട്ടുകാർക്ക് ഇതുവഴിയും വഴിയുണ്ടല്ലോ. കുഴിയൊന്നും ഇല്ലെന്ന് വിശ്വസിക്കാം. ഇതുവഴി പോയി ആ വീട്ടിലേക്ക് ഇവിടെ നിന്ന് താഴെ വഴിയുണ്ട്. പക്ഷെ നടന്നു പോണ കാര്യം കുറച്ച് റിസ്ക്കാണ് കേട്ടോ. കാരണം ചെറിയ ചെറിയ കല്ലുകളുള്ളതുകൊണ്ട് ഇങ്ങനെ ചർവി അങ്ങ് താഴോട്ടങ്ങ് പോകും. നല്ല കുത്തനെ ഇറക്കത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് അമ്മ ഇവിടെ പട്ടിയുണ്ടോ? ഒന്ന് പോടറക്കാൻ അങ്ങോട്ട് പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നല്ല കുത്തനെ ഇറക്കത്തിലാണ് നിൽക്കുന്നത്. സെറ്റ് സ്ഥലം. കെട്ടിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്നാൽ ഞാൻ എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. കെട്ടിയിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വരരുതേ. വന്നാൽ ഞാൻ നിന്നെ തൂക്കിയെടുത്ത് അപ്പുറത്തോട്ട് ഇറങ്ങി. സെറ്റ് സ്ഥലം. ഇങ്ങോട്ട് എടുക്കാനോടെ പോയില്ല. ആ സ്ഥലം ഇരിക്കണ നോക്കിയാണ്. ഇവിടുന്ന് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ അവിടെയൊക്കെ എന്തോ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തുണ്ട്, യൂണിവേഴ്സിറ്റി ആണോ അതോ എന്തോ റോഡ് കോർപ്പറേഷൻ്റെ ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും സെറ്റ് സ്ഥലം കേട്ടോ ഇത്. അതുവഴി ഒരു അമ്മച്ചി എത്തി നോക്കണം ആരെന്ന് എല്ലാവരും നോക്കണം. ഇതുവഴി അങ്ങനെ അധികം ആരും വരൂല. ഒരു വെളുത്ത പ്രാവ്. കൊള്ളാം കേട്ടോ, സൂപ്പർ സ്ഥലം.
അപ്പോൾ നമുക്ക് സ്ഥലം വിടാം. ഇപ്പോഴേ 4 മണിയായി, വീട്ടിൽ പോയി വല്ലതും കഴിക്കട്ടെ, വിശക്കണം. ഓ സെറ്റ് സ്ഥലം. വെളുപ്പാങ്കാലത്ത് ഈ സമയത്ത് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒരു തവണ എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നടക്കാനും. എൻ്റെ സൈക്കിൾ ഞാൻ വിറ്റതുകൊണ്ട് സൈക്കിളും കൊണ്ട് വരാൻ പറ്റില്ല, കാരണം സൈക്കിളില്ലല്ലോ, ഓൾറെഡി വിറ്റ്. സോ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ കുഴിയൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇത് സൺഫ്ലവർ അല്ലല്ലോ, ഇത് ഡാൻഡലിയൻ ആണോ, പക്ഷെ എന്താണോ എന്തോ. എന്തായാലും ശരിക്കുണ്ട് ഇവിടെ, പണ്ടുതൊട്ടേ കണ്ടു തുടങ്ങണല്ലേ. മിനി സൺഫ്ലവർ ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ഥലം വിടാം. തളർന്ന്. ഓക്കെ, ഇപ്പോൾ പെട്രോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ നോസിൽ തുറന്നിട്ട് വെച്ചതുകൊണ്ടായിരിക്കാം. അപ്പോൾ ശരി, നമുക്ക് പോവാം. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു എൻകൗണ്ടർ ആയിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതല്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തോ കുളങ്ങനൊക്കെ കെട്ടിയിട്ടുണ്ട്, എന്തോ മീൻ വളർത്തണമെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക്, ഞാൻ പ്രതീക്ഷിക്കാതെയാണ് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് കയറിയത്. ഞാൻ ഒരിക്കലും വിചാരിച്ചത്, ജസ്റ്റ് ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചത്. എന്തായാലും നല്ല വെഴുത്തിട്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഹിഡൻ സ്പോട്ട് ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ അവിടെ കള്ളുപിടിക്കുന്ന ആൾക്കാരൊന്നും വന്നിരിക്കില്ലെന്ന് വിശ്വസിക്കാം. എന്തായാലും കൊള്ളാം, നല്ല സെറ്റ് സ്ഥലം വരുന്നത്. റോഡ് മാത്രം മോശമാണ്. ഓക്കെ, അങ്ങനെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. സോ അങ്ങനെ കാര്യം സക്സസ്ഫുള്ളായിട്ട് നടന്നിട്ടുണ്ട്. സോ നമുക്കങ്ങനെ ഇനി ഡയറക്റ്റ് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയി ആഹാരം കഴിച്ച് കുറച്ച് നേരം കിടന്ന് വാങ്ങി ബില്ല് ചെയ്യാം. അത് സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സോ കണ്ടതിൽ എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഓൾമോസ്റ്റ് 400 സബ്സ്ക്രൈബേഴ്സ് എത്താറായി. 340 സംതിങ് ആയി, കറക്റ്റ് ഓർമ്മയില്ല. 340 കഴിഞ്ഞായിരുന്നു ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ. സോ കീപ് സപ്പോർട്ടിങ്, താങ്ക് യു. സോ നമുക്കിനി അടുത്തൊരു വ്യത്യസ്ത വീഡിയോയിലേക്ക് കാണാം. എന്തെങ്കിലും ഒരു വീഡിയോയുടെ അല്ല വണ്ടിയുടെ റിവ്യൂ ആയിട്ടൊക്കെ ഞാൻ വരാം കേട്ടോ. എക്സ്ട്രീം 250 അങ്ങനെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ റിവ്യൂ ആയിട്ട് വരാം. ശരി, നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.